ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പുറത്തെല്ലാം നല്ല മഴ. അപ്പം നമുക്ക് വൈകിട്ടൊരു 4 മണി വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു 4 മണി വിഭവം. അതിനുവേണ്ടി ഞാൻ ഹെൽത്ത് വൈസ് ആയിട്ട് ഗോതമ്പ് പൊടിയാണ് എടുത്തത്. മൈദ വേണമെങ്കിൽ യൂസ് ചെയ്യും. മൈദയാണെങ്കിൽ ഇതിൽ സോഫ്റ്റാണ്, പക്ഷേ മൈദയുടെ ദോഷവശങ്ങൾ അറിയാമല്ലോ. അപ്പം നമുക്ക് ഗോതമ്പ് പൊടി എടുത്ത് ഞാൻ കട്ട കെട്ടാതെ കുറേശ്ശെ ഇട്ട് കലക്കി, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഡീപ്പായിട്ട് ഇതുപോലെ നമുക്ക് കലക്കിയെടുക്കാം. ഒത്തിരി വെള്ളം ആവരുത്, ഒത്തിരി തിക്കും ആവരുത്. പിന്നെ ഞാൻ അതിന് വേണ്ടി എടുത്ത് വെച്ചത് ശർക്കര പൊടിയല്ല, ശർക്കര ചീവിയതാണ്. നമുക്ക് ശർക്കര പൊടി എടുക്കാം, പിന്നെ ഈ പഞ്ചസാര എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാം. കരിപ്പട്ടി എടുക്കാം, ഓപ്ഷനാണ്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാൻ വെച്ചേക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, ഒരു വെറൈറ്റി രീതിയിലാണ് ഇന്ന് മടക്കപ്പം തയ്യാറാക്കുന്നത്. അപ്പോൾ പാലിൽ 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഈ തേങ്ങ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു. നമുക്കല്ലാതെ തന്നെ തേങ്ങയും ശർക്കരയും ഇട്ട് നമുക്ക് കുഴച്ചെടുക്കാം, അത് വേറെ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ജസ്റ്റ് വാടിയിട്ട് നമുക്ക് ശർക്കരയും കൂടെ ആഡ് ചെയ്യാം. ഇങ്ങനെ നല്ലതുപോലെ ഈ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് പിടിക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചുക്കോ, പിന്നെ ചുക്കുപൊടി ഈ ഏലക്കായോ, നട്ട്സ് പൊടിയോ, പിന്നെ അതിൽ പീനട്ടോ എല്ലാം ആഡ് ചെയ്യും. പിന്നെ തന്നെ നമ്മുടെ ഏത്തക്കായോ എല്ലാം എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് രണ്ടുകൂടി ഇങ്ങനെ യോജിക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റും മണവും, നമ്മൾ കൈകൊണ്ട് ഞെരുന്നതിനേക്കാളും ഇങ്ങനെ നമ്മൾ അടുപ്പിൽ വെച്ച് ഇങ്ങനെ എടുക്കുമ്പോഴേ ഇളക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലതായിട്ടത് യോജിക്കും നല്ലപോലെ. അപ്പോൾ ഈ പരുവാകുമ്പോൾ തീ ഓഫ് ചെയ്യുക കേട്ടോ. ഇനി കുറച്ച് വെള്ളം പോലെ ആകുമ്പം ഇത് നല്ലതുപോലെ മിക്സായി. ഈ തേങ്ങയും പിന്നെ നെയ്യും ശർക്കരയും കൂടെ കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ആഡ് ചെയ്യാൻ ഒത്തിരി സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ വെറൈറ്റിക്ക് അനുസരിച്ച് ആഡ് ചെയ്യാം. പീനട്ട് ആഡ് ചെയ്യാം, നട്ട്സ് എല്ലാം ക്രഷ് ചെയ്തിടാം, ഏത്തക്ക ചെറുതായിട്ടിടാം. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കരിപ്പട്ടി ഇച്ചിരി ഹെൽത്ത് വൈസാണ്, കരിപ്പട്ടി ഇടാം, ശർക്കര ഇടാം. പഞ്ചസാര യൂസ് ചെയ്യായിരിക്കും നല്ലത്, പഞ്ചസാര വേണമെങ്കിൽ ഇടാം. ഓക്കെ, അപ്പം ഞാൻ തീ ഓഫ് ചെയ്യണം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇങ്ങനെ ദോശമാവിട്ട് ഗോതമ്പ് മാവാണ്. അതിങ്ങനെ വളരെ നൈസായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. എത്രയും വലിപ്പം വേണം അത്രയും പരത്തിയെടുത്തിട്ട് നമുക്ക് വേവട്ടത് വെന്ത് തിരിച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ ഇത് സോട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫില്ലിങ് ഇടാം. അപ്പോൾ നല്ലതുപോലെ വരിയട്ടെ. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് തിരിച്ചിട്ട് നോക്കാം. കണ്ടോ, ഇതുപോലെ നല്ലതുപോലെ മൊരിച്ചെടുക്കണം. ഇനി നമുക്ക് എന്തോ ചെയ്യണം അറിയോ, നമ്മുടെ ഈ ഫില്ലിങ്ങിനകത്തോട്ട് വയ്ക്കുക. എനിക്ക് ഇഷ്ടമനുസരിച്ച് ഫില്ലിങ് ചെയ്യാം. ഇഷ്ടമനുസരിച്ച് ഇനി നമുക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇത് മടക്കിയെടുക്കാം. നല്ലതുപോലെ മൊരിച്ചെടുക്കുന്നതാണ് എൻ്റെ ടേസ്റ്റ്. ഇത് സൈഡൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫില്ലിങ് താഴോട്ട് പോകത്തില്ല. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചിടാം. ഇതുപോലെ നല്ല മൊരിഞ്ഞ് വരണം. ആ മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗോതമ്പാകം നമുക്ക് നല്ല ടേസ്റ്റാണ്. ഇതുപോലെ മൊരിഞ്ഞ് നമ്മുടെ ശർക്കരയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ സൈഡെല്ലാം നമുക്ക് ഇതുപോലെ മൊരിച്ചെടുക്കാം. അങ്ങനെ ഞാൻ നമ്മളെ മൊരിച്ചെടുത്ത ആ മടക്കപ്പം എടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ ചെയ്യാം. അടുത്ത ദോശയിൽ ഞാൻ ഇതുപോലെ കോരി ഒഴിച്ചു. അത് നന്നായിട്ട് വെന്തിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പം നമ്മൾ ദോശയുടെ ഫില്ലിങ് വെച്ചു. ഇനി നമുക്ക് മടക്കിയെടുക്കാം.
നല്ലതുപോലെ മുരിച്ച് എടുക്കാം. നല്ല മുരിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് കൊടുത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മടക്കപ്പം. എന്ത് ടേസ്റ്റും കാണാനും അതേ ഭംഗിയല്ലേ. നല്ലതുപോലെ മുരിച്ച് എടുത്ത മടക്കപ്പമാണ്. ഞാനിതിപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇനി ചൂടാനുണ്ട്. പക്ഷേ ഇത് ലെങ്ത് കൂടും, അതുകൊണ്ട് ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവരോടും ഒരിക്കൽ കൂടെ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിലയേറിയ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.